ഓക്കെ. അപ്പം വെക്കേഷനൊക്കെ കഴിഞ്ഞു. ഓണാഘോഷങ്ങൾ നമ്മൾ സുരക്ഷിതമായി വീട്ടിൽ വെച്ച് തന്നെ നടത്തി. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ അവസാന ഭാഗം, ഇനിയിപ്പോൾ പരീക്ഷയാണ് വരാൻ പോകുന്നത്. അപ്പോൾ പരീക്ഷയുടെ തൊട്ട് മുമ്പുള്ള ഈ ഭാഗം നിങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി കേൾക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുമ്പ് പറഞ്ഞതുപോലെ ടെക്സ്റ്റ് ബുക്ക് മുന്നിലെടുത്ത് വെച്ച് ഈ ക്ലാസ്സിലേക്ക് ശ്രദ്ധിക്കണമെന്ന് അപേക്ഷയോടെ നമുക്ക് നാടകത്തിൻ്റെ നമ്മൾ തന്നെ തിരിച്ച 13ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ. അപ്പോൾ നമ്മളെന്താണ് പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ? ഇപ്പോൾ നടൻ, മനസാക്ഷി, മിത്രം, നടൻ, നടി, രാത്രിഞ്ചരന്മാർ എന്നിവരടങ്ങുന്ന ഭരതവാക്യം നാടകം അതിൻ്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ നിങ്ങൾ സാധാരണ നാടകങ്ങളിൽ സംഭവിക്കുന്നത് പോലെ ഒരു പൊട്ടിത്തെറിയോ അല്ലെങ്കിൽ സംഭവബഹുലമായ സംഭവങ്ങളോ ഒന്നും ഉണ്ടാവുന്നില്ല. പക്ഷേ ചില സന്ദേശങ്ങൾ നാടകകൃത്ത് നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, സന്നിവേശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആ സന്ദേശമാണ് നാടകത്തിൻ്റെ വിജയം. ആ സന്ദേശമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതും. ആ സന്ദേശം ആണ് പരീക്ഷയ്ക്ക് നമ്മൾ എഴുതേണ്ടതും. അപ്പോൾ ഷേക്സ്പിയർ പറഞ്ഞിട്ടുണ്ട്, ലോകം ഒരു നാടക വേദിയാണ്, മനുഷ്യൻ അതിലെ അഭിനേതാവാണ് എന്ന്. പക്ഷേ ജി ശങ്കരപ്പിള്ള പറഞ്ഞു വെക്കുന്നത് ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ഒരു നടൻ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ ഒരു അഭിനേതാവാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, സബ് കോൺഷ്യൻസ്, അവബോധ മനസ്സ്, ഉപബോധ മനസ്സ്. സബ് കോൺഷ്യൻസും കോൺഷ്യസും രണ്ട് തരം മനസ്സ്. ഇതിൽ ഏതാണ്? അവബോധ മനസ്സാണ് സത്യം എന്നും ബോധ മനസ്സ് ഒരു മനുഷ്യൻ്റെ അഭിനയത്തിനെയാണ് ഉൾക്കൊള്ളുന്നതെന്നും നിങ്ങൾ മുൻകൂട്ടി തന്നെ പഠിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കാം. അപ്പോൾ മനുഷ്യൻ്റെ ഈ ആക്ടിങ്, എല്ലാ മനുഷ്യരുടെയും ഉള്ളിലുള്ള നടനെ, ആ നടനാണ് ഇവരെ നാടകത്തിലെ നടൻ. അയാൾ വ്യത്യസ്ത വേഷങ്ങളിലേക്ക് ആവുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അയാൾ അളിയനാവുന്നു, അമ്മാവനാവുന്നു, പലതരത്തിൽ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു. അങ്ങനെ നാടകത്തിൽ സങ്കീർണമായിട്ടുള്ള പല ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ സങ്കീർണമായിട്ടുള്ള കൂടിച്ചേരലുകളാണ് നാടകത്തിനെ അല്പം ഒരു എന്താക്കുന്നത്, മോഡേൺ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് മാറ്റിവെക്കുന്നത്. അപ്പോൾ നാടകത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ നോക്കാം. എന്താണ് ഇവിടെ അവസാന ഭാഗത്ത് നമ്മൾ എന്തായിരുന്നു പറയുന്നത്? സ്വർഗീയമായ ആനന്ദം ലഭിക്കാൻ വേണ്ടി നീ എൻ്റെ കൂടെ വരിക എന്നാണ് മിത്രം നടനോട് പറയുന്നത്. ആദ്യം തയ്യാറാവുന്നില്ലെങ്കിലും പാപത്തിൻ്റെ ഭാണ്ഡങ്ങൾ മുഴുവൻ വലിച്ചെറിഞ്ഞ് തൻ്റെ കൂടെ വരാൻ അവസാനം ഞാൻ തയ്യാറാണെന്ന് മിത്രത്തിനോട് നടൻ പറയുകയാണ്. അങ്ങനെ എന്ത് ചെയ്യുന്നു? നഗ്നമായ നിൻ്റെ മനസ്സ്, നഗ്നമായ നിൻ്റെ ശരീരം അവിടെ പിൻവലിയാൻ നോക്കുന്നുണ്ട് നടൻ. എനിക്ക് പറ്റില്ല എന്നാണ്. പറ്റില്ല എന്ന് പറയുമ്പോൾ പിന്നെങ്ങനെ? എങ്കിൽ ഇനി മുതൽ നിൻ്റെ കൂടെ ഞാനില്ല എന്നാണ് ആര് പറയുന്നത്? മിത്രം പറയുന്നത്. ഇനി മുതൽ നിൻ്റെ കൂടെ ഞാനില്ല എന്ന്. ഇത് പെട്ടപ്പോൾ നടൻ പറയുന്നുണ്ട്, ബോധമനസ്സ് പറയുന്നു, ഇല്ല, ഞാൻ വരാം, ഞാൻ വരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞാൽ സുഖങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് ബോധമനസ്സ് എപ്പോഴും പോകുന്നത്. പക്ഷേ നമ്മുടെ മനസ്സാക്ഷിയാണ് ഒറിജിൻ എന്ന് പറയുന്നത്. ആ ഒറിജിനെ മറന്നുകൊണ്ടാണ് ബോധമനസ്സ് പലപ്പോഴും അവൻ്റേതായിട്ടുള്ള വിക്രിയകളിൽ രസിക്കുന്നത്. അത് പലപ്പോഴും സാമൂഹികമായിട്ടുള്ള ഒരു സമൂഹത്തിന് ഉപകരിക്കാത്തതോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പൊതുവായ നടത്തിപ്പിന് നേരെ വിപരീത ഘടകമാവുന്നതോ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള അഭിനേതാവ്, ഏത് മനുഷ്യൻ്റെയും ഉള്ളിൽ ഒരു നടനുണ്ട് എന്നുള്ള സത്യത്തെയാണ് ഇവിടെ വെളിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്. അപ്പം മിത്രം പറയുന്നുണ്ട്, എങ്കിൽ മുന്നോട്ട് നോക്കൂ, അതാ കാണുന്നില്ലേ? എന്താണ് കാണുന്നില്ലേ എന്ന്? ശാശ്വത സുഖത്തിൻ്റെ സ്വാദ്വല ഭൂമി. സാധാരണ നമ്മൾ പറയാറുണ്ട് മരുപ്പച്ച. ദൂരത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ഭൂമി അടുത്ത് എത്തുമ്പോൾ നമ്മൾ കണ്ടതിൻ്റെ അത്ര സൗന്ദര്യമില്ല, അല്ലേ? അപ്പോൾ അവിടെയാണ് സുഖമെന്ന് തോന്നി അവിടെ എത്തുമ്പോൾ അവിടെ അതിൻ്റെതായ പ്രയാസങ്ങളുണ്ട് തിരിച്ചറിയാണ് മനുഷ്യൻ. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുന്നു? നിന്റെ സ്വപ്നങ്ങൾ തളിർക്കുന്ന വിളഭൂമിയാണ് ദൂരെ കാണുന്നത്. അതാണ്, നടക്കൂ, നമുക്കവിടെ വേഗമെത്താം, സൂക്ഷിച്ചു ചവിട്ടൂ, നാം പടികൾ കയറി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇതാ സ്വർഗത്തിലേക്കുള്ള ആ പടികൾ നാം കയറി തുടങ്ങിയിരിക്കുന്നു, നീ സൂക്ഷിച്ച് മുന്നോട്ട് നീങ്ങേണ്ടതുണ്ട് എന്നാണ് നമ്മുടെ നടനോട് മിത്രം ആവശ്യപ്പെടുന്നത്. നടൻ പറയുന്നു, ഞാനൊന്നും കാണുന്നില്ല. അത് എന്ന് പറഞ്ഞാൽ ബൗദ്ധിക സുഖത്തിൻ്റെ ഉന്മാദത്തിൽപ്പെട്ട്
ഒരു മോഹവും പൂവണിയിക്കാൻ കഴിയാതെയാണ് മനുഷ്യജന്മങ്ങൾ നിത്യേന പൊടിഞ്ഞു വീഴുന്നത്. അവൻ വിചാരിക്കുന്നു എൻ്റെ ജന്മം നാളെയാണ് സുഖകരമായ ഒരു ജീവിതത്തിൽ എത്തിച്ചേരുന്നത് എന്നാണ് ഓരോ മനുഷ്യനും വിചാരിക്കുന്നത്. പക്ഷേ ചിലപ്പോൾ എത്തിച്ചേരണമെന്നില്ല, നിരാശപ്പെടുത്തുകയല്ല. അപ്പോൾ മനുഷ്യൻ എന്താണ്, അവൻ്റെ വരാൻ പോകുന്ന സ്വർഗം നാളെയാണ് എന്ന് വിചാരിക്കുമ്പോൾ, ഓർമ്മയില്ലേ നമുക്ക് ജ്ഞാനപ്പാന പറഞ്ഞത്, കണ്ടു കണ്ടങ്ങിരിക്കും ജനത്തിനെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ എന്നാണ്. അപ്പോൾ അതാണ് നടനിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന തത്വശാസ്ത്രവും. മനുഷ്യൻ അവൻ്റെ എല്ലാ അധർമ്മങ്ങളിലൂടെയും അതൊന്നും നിർത്താൻ തയ്യാറല്ല അവൻ നടൻ ഇവിടെ അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാനൊന്നും കാണുന്നില്ല എന്നാണ്. എത്ര പറഞ്ഞു കൊടുത്തിട്ടും അദ്ദേഹം അത് കാണാൻ തയ്യാറ് ഇല്ല എന്നുള്ളതാണ്. മിത്രം, വേണമെന്നില്ല, നീ ഒന്നും കാണണമെന്നില്ല, ഞാൻ പറയുന്നതനുസരിച്ച് മുന്നോട്ട് പോയാൽ മാത്രം മതി. എൻ്റെ കാലുകൾ ഇടറുന്നു. നടൻ അവിടെ ഒരു ഒഴുകൊഴു പറയണം, എൻ്റെ കാലുകൾ ഇടറുന്നു. ഇപ്പോൾ തന്നെ ഇങ്ങനെയായാൽ നീ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇല്ല, ഞാൻ പിന്തിരികയില്ല. രണ്ടുപേരും പിന്നിലെ ഉയർന്ന തലത്തിൽ കയറുന്നു. വീണ്ടും ലക്ഷ്യത്തിലേക്ക് എത്തുകയാണ്. സ്റ്റേജിൽ വെച്ചാണ് കാണിക്കുന്നത്, അതിൻ്റെ പരിമിതികളുണ്ട്. എനിക്ക് തണുക്കുന്നു. പുതപ്പ് ദൃഢമായി ചുറ്റുകയാണ് നടൻ. മിത്രം, ഉയരം കൂടുന്തോറും തണുത്ത കാറ്റും വീശും, മാലിന്യം മേശാത്ത കാറ്റ്. അപ്പോൾ ഉയരം കൂടുന്തോറും തണുപ്പ്, മാനസിക ഉയരം കൂടുന്തോറും മനസ്സിൻ്റെ ഭാരമൊഴിയും. അപ്പോൾ തണുത്ത കാറ്റ് വീശും, അവിടെ മാലിന്യത്തിന് പ്രസക്തിയില്ല എന്ന് നടൻ. ഓരോ വാക്കിനും എന്തുണ്ട്, വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു ധ്വനിപരമായ അർത്ഥസാധ്യതയുണ്ട് എന്നുള്ള നാടകത്തിനെ ഒരു ധ്വനി സാധ്യതയിലേക്ക് എടുത്തു നിൽക്കുന്നത്. നമ്മൾ ഒന്ന് പറയുമ്പോൾ, ഇപ്പോൾ നാടകത്തിലൊക്കെ ഒരു സംഭാഷണത്തിന് ഒരർത്ഥം മാത്രം പോരല്ലോ, സാധാരണ സംഭാഷണത്തിൽ അങ്ങനെയുണ്ട്. അപ്പോൾ കാവ്യാത്മകമായ സംഭാഷണത്തിൽ ഒരു വാക്കിന് അർത്ഥങ്ങൾ പലതാണ്. അപ്പോൾ ഇവിടെ ഉയരം കൂടുന്തോറും തണുത്ത കാറ്റും വീശും, മാലിന്യമേശാത്ത കാറ്റ്. തൻ്റെ തുടർന്നു പോരുന്ന സ്വഭാവത്തിൽ നിന്ന് അല്പം വ്യത്യസ്തമായി നടൻ്റെ ഉള്ളിലേക്ക് അല്പം മാനുഷികത, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഇതുവരെ തുറന്നു വന്ന പാപത്താൽ കളങ്കിതമായ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രയാണത്തിന് ചെറിയൊരു മാറ്റം ഉണ്ടായപ്പോഴാണ് എനിക്ക് തണുക്കാൻ തുടങ്ങുന്നു എന്ന് പറയുന്നത്. തൻ്റെ സാഹചര്യത്തെക്കുറിച്ച് അയാൾക്ക് ബോധവാനായി എന്നാണ്. അപ്പോൾ പറയുന്നത് എന്താണ്, ഉയരം കൂടുന്തോറും തണുത്ത കാറ്റും വീശും, മാലിന്യം ഉണ്ടാവില്ല ഈ കാറ്റിന് എന്നാണ് മിത്രം ഓർമ്മിക്കപ്പെടുന്നത്. ഓക്കെ, നടൻ പറയുന്നു, ഞാൻ ഒറ്റപ്പെട്ടതുപോലൊരു തോന്നൽ. നീ ഒറ്റപ്പെട്ടോ എന്ന് മിത്രം. എന്തോ എന്നെ കൈവിട്ടതുപോലെ, എന്നെ എന്തോ കൈവിട്ടു പോയതുപോലെ. മിത്രം പറയുന്നു, മനസ്സിൻ്റെ ഒരു ഭാണ്ഡം കൂടി അഴിഞ്ഞു വീണതാവും, മനസ്സിൻ്റെ ഒരു ഭാണ്ഡം കൂടി അഴിഞ്ഞു വീണതാവും എന്നാണ് പറയുന്നത്. കാരണം എന്താണ്, യഥാർത്ഥത്തിൽ ഇത് മരണമായിട്ട് കണക്കാക്കാം നമുക്ക്. അപ്പോൾ ഓരോരോ ഭാരങ്ങൾ ഒഴിവാക്കി വെച്ച് സർവ ഭാരങ്ങളിൽ നിന്നും ഒരുവന് ഏൽക്കേണ്ടി വരുന്ന മോചനം, അതാണ് എന്ത് പറയുന്നത്, മരണം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഒറ്റപ്പെട്ടതുപോലെ തോന്നൽ, നീ ഒറ്റപ്പെട്ടോ, എന്തോ എന്നെ കൈവിട്ടതുപോലെ എന്നാണ്. അപ്പോൾ ഭൗതിക സുഖങ്ങളായിരിക്കണം ഇദ്ദേഹത്തെ കൈവിട്ടത്. അപ്പോൾ പറയുന്നത് എന്താണ്, ഒരു ഭാണ്ഡം കൂടി ഒഴിഞ്ഞു വീണുപോയി, അത് ഭൗതിക സുഖത്തിൻ്റെതായിരിക്കും എന്നാണ് പറയുന്നത്. താഴത്തെ തലത്തിൽ, രംഗത്തിൻ്റെ താഴത്തെ തലത്തിൽ, രംഗത്തിൻ്റെ മുൻഭാഗത്ത്, രംഗപുരോഭാഗത്ത് നടി പ്രവേശിക്കുന്നുണ്ട്. തലമുടി അഴിച്ചിട്ടിരിക്കുന്നുണ്ട്, ദുഃഖദ്യോതകമായ മുഖം. അഴിച്ചിട്ട തലമുടിയോടുകൂടി നിൽക്കുന്ന ഒരു സ്ത്രീരൂപം ഉണ്ടായിരുന്നു മഹാഭാരത കഥയിൽ, ദുര്യോധനൻ്റെ രാജസദസ്സിൽ അല്ലേ. രാജസദസ്സിൽ വെച്ചിട്ട് ഒരു രാജകുമാരി, അതും ചക്രവർത്തിനിയായിട്ടുള്ള ഒരു സ്ത്രീയുടെ വസ്ത്രാക്ഷേപം നടത്തുമ്പോൾ ആ സ്ത്രീയുടെ മാനസിക നില ഒന്ന് നോക്കേണ്ടതുണ്ട്. ആ ഒരു ഭാവത്തിലാണ് ഇപ്പോൾ നടി പ്രവേശിച്ചിരിക്കുന്നത്, മുടി അയച്ചിട്ടുണ്ട്. അപ്പോൾ മഹാഭാരതത്തിലെ ഏറ്റവും ദുരന്തമായിട്ടുള്ള രംഗം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തന്നെയാണ്, ഒരു സദസ്സിൽ വെച്ച് സ്ത്രീയുടെ വസ്ത്രാക്ഷേപത്തിന് മുതിരുന്ന രംഗം. എന്തായാലും അതിന് മുതിർന്നവർക്ക് അന്ന് വ്യാസൻ തന്നെ അതിന് മറുപടി കൊടുത്തു. ഏറ്റവും കഠിനമായിട്ടുള്ള നാശമായിരുന്നു കൊടുത്തിരുന്നത്, എല്ലാം കുലത്തോടു കൂടി മുടിഞ്ഞു പോയി എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും നടി നാഥ എന്നാ വിളിക്കുന്നത്. നടൻ ഏതോ പരിചിത ശബ്ദത്തിൻ്റെ അവ്യക്ത ധ്വനി ശ്രദ്ധിച്ചുകൊണ്ട്, മിത്രം വെറും തോന്നലാണ്, ഒന്നുമില്ല എന്നാണ്. നടി ചോദിക്കുന്നു, എന്നെയും കൂടി കൊണ്ടുപോവില്ലേ, എന്നെ രക്ഷിക്കുകയില്ലേ, എന്നെ ഈ ദുഃഖലോകത്തിട്ടുകൊണ്ട് അങ്ങ് എവിടേക്കാണ് പോകുന്നത് എന്നാണ്. എന്ന് പറഞ്ഞാൽ നടൻ്റെ ഉള്ളിൽ പഴയ പ്രണയം അതിൻ്റെ തീവ്ര രൂപത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഓർമ്മകളിൽ നിന്ന് മുക്തനാവാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഈ നാടകത്തിൽ
നടൻ്റെ മനസ്സിലുള്ള ഓരോ തോന്നലുകളും കഥാപാത്ര ആവിഷ്കാരങ്ങളായി രംഗത്ത് വരുമ്പോൾ അത് വായനക്കാരൻ തിരിച്ചറിയണം. തിരിച്ചറിഞ്ഞിട്ടില്ല എങ്കിൽ നാടകം അയാൾക്ക് ഒരു ബാലി കയറാമലിയായി തീരും, മനസ്സിലാവില്ല ആ സമയത്ത്. അപ്പോൾ ഓരോ സമയത്തും നടൻ്റെ മനസ്സിലെ ചിന്താഗതികൾ കഥാപാത്രങ്ങളായി രംഗത്ത് അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? ശ്രദ്ധ തിരിക്കേണ്ടതുണ്ട്. അപ്പോൾ നോക്കുക, നടി നാഥ എന്ന് വിളിക്കുമ്പോൾ ഏതോ പരിചിത ശബ്ദം കേട്ടതുപോലെ നടൻ ചുറ്റുപാട് നോക്കുന്നുണ്ട്. മിത്രം പറയുന്നു, ഒന്നും ഇല്ല, എല്ലാം തോന്നലാണ്, മിഥ്യയാണ് എല്ലാം. നടിയുടെ ശബ്ദം വീണ്ടും കേൾക്കുകയാണ്, എന്നെ കൂടി കൊണ്ടുപോവില്ലേ, എന്നെ രക്ഷിക്കുകയില്ലേ എന്നാണ്. നടൻ തറപ്പിച്ച് ക്ലേശിച്ച് നോക്കുന്നു. മിത്രം, എന്താ നിന്നത്, എന്താ നോക്കുന്നത്? നടൻ, എൻ്റെ ആത്മാവിനെ കോരിത്തെരിപ്പിക്കുന്ന ശബ്ദം, കാതരമായ ശബ്ദം, ഏതോ സ്നേഹനിർഭരമായ ശബ്ദം എന്നെ പിടിച്ചു വലിക്കുന്നു ജീവിതത്തിലേക്ക്. ജീവിതത്തിലെ പ്രലോഭനങ്ങളുണ്ട്, അവയിൽ നിന്നൊന്നും ഇദ്ദേഹം മുക്തനായിട്ടില്ല. അപ്പോൾ എനിക്ക് പോവാൻ ആവുന്നില്ല. അപ്പോൾ മിത്രം പറയുന്നുണ്ട്, ധർമ്മപുത്രർ ഇതിൽ കൂടുതൽ കാതരമായ ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട്. പിന്നിൽ ധർമ്മപുത്രർ ഇതിൽ കൂടുതൽ കാതരമായ ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട്. എപ്പോൾ? ധർമ്മപുത്രരെ നമുക്കറിയാം, മഹാഭാരതത്തില് സ്വർഗാരോഹണം എന്ന് പറയുന്ന ഭാഗത്തില് ലാസ്റ്റ് ഭാഗം, അവിടെ ധർമ്മപുത്ര മുമ്പിൽ, തൊട്ടു പിന്നാലെ ഒരു നായ, ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ, ദ്രൗപദി. സ്വർഗത്തിലേക്ക് അവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിലെത്തുന്നതിന് മുമ്പ് ഓരോരുത്തരും ചെയ്ത പാപത്തിൻ്റെ തോതനുസരിച്ച് അവരവിടെ കുഴഞ്ഞു വീണ് മരിക്കുകയാണ്. മരണം നടക്കുന്ന അവസരത്തിൽ അവർ വിളിച്ചു പറയും, ചേട്ടാ യുധിഷ്ഠിര, ഞാൻ വീണുപോയി, എന്നെ രക്ഷിക്കൂ എന്നുള്ള അവരുടെ വിലാപം കേൾക്കുമ്പോൾ യുധിഷ്ഠിരൻ വല്ലാത്ത മാനസിക വ്യഥ അനുഭവിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് നിർദ്ദേശമുണ്ട്, പിന്നിൽ നിന്ന് കേൾക്കുന്ന ഒരു ശബ്ദവും നിന്റെ യാത്രയെ അവസാനിപ്പിക്കാൻ പര്യാപ്തമല്ല, അത് പോയിക്കൊണ്ടേയിരിക്കണം എന്നാണ്. നിന്റെ യാത്രയെ അവസാനിപ്പിക്കരുത്, ഒരു സംസാരവും നിന്നെ അലട്ടരുത്, നീ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ വീണു ഓരോരുത്തരും, നകുലനും സഹദേവനും ദ്രൗപദിയും ഭീമനും അർജുനനും വീണു. നായ മാത്രം പോയി. നായയും യുധിഷ്ഠിരനുമാണ് അവിടെ എത്തിയത്, അല്ലേ? പാപത്തിൻ്റെ ഭാരമനുസരിച്ച് ഒരിക്കലും ഒരു കളവ് പറഞ്ഞതുകൊണ്ട് യുധിഷ്ഠിരനും കൂടി ഒരു നരകം കാണേണ്ടി വന്നു. പക്ഷെ നരകം കണ്ട യുധിഷ്ഠിരന് തൻ്റെ സഹോദരന്മാർ അവിടെ ഉണ്ടായിട്ട് കൂടി ആ നരകം പദ്യമായി കണ്ടില്ല. അദ്ദേഹം തിരിച്ചുപോയി. അത്രയും ഭീകരമായിരുന്നു അവിടുത്തെ അവസ്ഥ. അപ്പോൾ ഇതിലും ആത്മാവിനെ കോരിത്തെരിപ്പിക്കുന്ന ശബ്ദങ്ങൾ, ദ്രൗപദിയുടെ വിലാപം യുധിഷ്ഠിരൻ സ്വർഗാരോഹണ സമയത്ത് കേട്ടിരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ നടൻ ദീർഘനിശ്വാസത്തോടുകൂടി നടക്കാം, വേറെ ഗതിയില്ലല്ലോ, നടക്കാം എന്നാണ്. മിത്രം, അതാ നമ്മുടെ ലക്ഷ്യം അടുത്തടുത്ത് ആവുകയല്ലേ. മോഹിപ്പിക്കുന്ന പ്രകാശവലയം, അത് വാഗ്ദാനം ചെയ്യുന്ന നിതാന്ത ഭാസുരമായ ഭാവി. ഭാസുരം തിളക്കമുള്ള, അപ്പോൾ എക്കാലവും അവസാനിക്കാത്ത തിളക്കമുള്ള, അതാണ് സ്വർഗത്തെക്കുറിച്ച് നമുക്കുള്ള ഒരു കൺസെപ്റ്റ്, അല്ലേ? സ്വർഗമെന്നും നരകമെന്നും രണ്ട് കൺസെപ്റ്റ് ഉണ്ട്. രണ്ടും ഭൂമിയിലാണെന്ന് തിരിച്ചറിയുന്ന കാലം മനുഷ്യൻ നന്നാവും. അപ്പോൾ ഏതായാലും എന്താണ്, ലക്ഷ്യമെടുത്തുകൊണ്ടിരിക്കുകയാണ്. മോഹിപ്പിക്കുന്ന പ്രകാശവലയം, അത് വാഗ്ദാനം ചെയ്യുന്ന നിതാന്ത ഭാസുരമായ ഭാവി. നടിയുടെ ശബ്ദം വീണ്ടും കേൾക്കുകയാണ്. ഞാൻ വിളിക്കുന്ന അങ്ങ് കേൾക്കുന്നില്ലേ, എൻ്റെ വിളി അങ്ങ് കേൾക്കുന്നില്ലേ എന്നാണ് നടി ചോദിക്കുന്നത്. നടൻ ഞാൻ കേൾക്കുന്നു, വീണ്ടും വീണ്ടും. ദുഃഖതത്വവും ദുഃഖത്താൽ ചൂട് പിടിച്ചതും അവ്യക്തവുമായ ആ ഇണയുടെ ശബ്ദം ഞാൻ കേൾക്കുന്നു, എനിക്കത് കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇത് വെറുതെയുള്ള തോന്നലല്ല, പ്രതീതിയല്ല ഇത് എന്ന് നടൻ പറയുന്നു. മിത്രം കോപിച്ചുകൊണ്ടാണ് പറയുന്നത്. ഈ ഭാരം ഒഴിയാത്ത തകരാറാണിത്. നിന്റെ മനസ്സിൽ നിന്ന് പ്രണയത്തിൻ്റെ ഭാരം ഒഴിവായിട്ടില്ല, അതിൻ്റെ തകരാറാണിത്. കുപ്പായം ഊരിയെറിയണം. നടൻ പുതച്ചിരിക്കുന്ന പുതപ്പ് വലിച്ച് താഴെയിടുന്നു. അങ്ങനെ ഓരോരോ ഭാരവും ഒഴിവായി മനസ്സിൻ്റെ നിർമ്മലതയിലേക്ക് എത്തുകയാണ്. പുതപ്പ് നീട്ടിപ്പിടിച്ച നടിയുടെ കൈകളിലാണ് വന്ന് വീഴുന്നത്. അങ്ങനെയായിരുന്നല്ലോ, ഓർമ്മയുണ്ടാവുമല്ലോ. ആദ്യം നടി തൻ്റെ ആത്മാർത്ഥമായ പ്രണയത്തെ എങ്ങനെയെല്ലാം വെളിവാക്കാൻ ശ്രമിച്ചപ്പോഴും അതൊന്നും ആയിരുന്നില്ല നടൻ്റെ ആവശ്യം. അതിലും നീചമായ ആവശ്യങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അപ്പോൾ നടൻ്റെ അവസാനത്തിൻ്റെ പ്രണയത്തിൻ്റെ പുതപ്പ് വലിച്ചൂരി എറിഞ്ഞപ്പോൾ അത് അടുത്ത് നിൽക്കുന്ന നടിയുടെ കൈകളിലാണ് ചെന്ന് പതിക്കുന്നത്. നടൻ്റെ കുപ്പായം വലിച്ചു കീറുന്നു. നീ മുക്തനാവണം,
ശീലിച്ചു കഴിഞ്ഞാൽ കുപ്പായങ്ങൾ കുപ്പായങ്ങളല്ലാതാവും, അവ മനുഷ്യൻ്റെ ഭാഗമായി കഴിയും. അതാണ് ശീലിച്ചു കഴിഞ്ഞാൽ കുപ്പായങ്ങൾ കുപ്പായങ്ങളല്ലാതാവും എന്ന് പറഞ്ഞാൽ ആത്മത്യാഗം. നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ത്യാഗം ആവശ്യപ്പെടുന്നുണ്ട്, കയറ്റവും എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ മനുഷ്യൻ്റെ ത്യാഗിയായ മനുഷ്യന് മാത്രമേ എന്തെങ്കിലും നേട്ടങ്ങൾ ആത്മാർത്ഥമായി ആസ്വദിക്കാൻ കഴിയൂ എന്നുള്ളതാണ്. അല്ലാത്തവന് മനോപീഡ വർദ്ധിച്ചു കൊണ്ടേയിരിക്കും. അത് അവസാന കാലമാകുമ്പോഴത്തേക്കും അത് അയാളെ വല്ലാതെ അലട്ടി നീരിപ്പിടിക്കുന്ന വേദനയായിട്ട് അയാൾക്ക് മരണത്തിൻ്റെ കാലച്ച കേട്ടുകൊണ്ട് അങ്ങനെ കിടക്കേണ്ടി വരും. അത് വല്ലാത്തൊരു അവസ്ഥയാണത്, അല്ലേ? അത് രണ്ട് കാലിൽ നിവർന്നു നടക്കുന്ന മനുഷ്യൻ അതൊന്നും പലപ്പോഴും ആലോചിക്കാറില്ല. അപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പോൾ മനുഷ്യൻ്റെ ഭാഗമായി കഴിയും എന്ന് പറഞ്ഞാൽ എന്താണ്? നിത്യ ചിരപരിചയം. അപ്പോൾ എന്താണ്? ശരിയായി മധുരിച്ചിടും പരിശീലിപ്പൊരു കയ്പുദാനുമേ എന്ന ആശാന്റെ വരി അവിടെ ചേർത്ത് വെക്കാൻ കഴിയും. ശരിയായി മധുരിച്ചിടും പരിശീലിപ്പൊരു കയ്പുദാനുമേ എന്ന് പറഞ്ഞാൽ ദുഃഖങ്ങളാണെങ്കിലും അവ നമ്മുടെ ഭാഗമായി കഴിഞ്ഞാൽ എന്താണ്? ഇടയ്ക്ക് കണ്ണീരുപ്പു പുരട്ടാതെന്തിന് ജീവിത പലഹാരം. വിരോധിമാരെ നിങ്ങൾക്കായി ആശംസിപ്പൂ ഞാനിവയെ, ഒരിറ്റു നിണവും വീഴാതഴകോടൊഴിഞ്ഞു കിട്ടും വിജയങ്ങൾ അവിഘ്നസിദ്ധ പ്രണയങ്ങൾ, അല്ലേ? വിശപ്പൊരിക്കലും ഏൽപ്പിക്കാത്തൊരു വിശേഷ ഭക്ഷണ വിഭവങ്ങൾ. ഇടശ്ശേരിയുടെ ഒരു കവിതയാണിത്, അമ്പാടിയിലേക്ക് വീണ്ടും എന്ന് പറയുന്നത്. അപ്പം ഏത് ദുഃഖമായാലും അവയുമായി പൊരുത്തപ്പെട്ട് കഴിഞ്ഞാൽ അത് സുഖമായി മാറുന്നതാണ്. അതാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അപ്പം നടി തൻ്റെ കയ്യിൽ വീണ ആ തുണിക്കഷ്ണങ്ങളെ കണ്ണോടടുക്കി പിടിച്ച് മറയുന്നു. അതൊരു ഓർമ്മയെ പോലെ അങ്ങ് മറിഞ്ഞു പോവുകയാണ്. നടൻ, ഓ എനിക്ക് കുളിരുന്നു, ഞാൻ മരിക്കും, എന്തൊരു തണുപ്പ്. അപ്പോൾ ഒരു പാവഭാരം കൂടി നടൻ്റെ ശരീരത്തിൽ നിന്ന് പോയി. പ്രണയമായിരുന്നു അത്. മിത്രം, എന്നെ ആലിംഗനം ചെയ്തോളൂ, മനസാക്ഷിയോട് പറയൂ, നിന്റെ മനസാക്ഷിയോട് പൊരുത്തപ്പെടൂ എന്നാണ് നടൻ. ആ പുതപ്പ് തരൂ. മിത്രം, അത് നിന്റെ പുതപ്പല്ല, സ്മാരകമാണ്. അത് നിന്റെ പ്രണയത്തിൻ്റെ സ്മാരകമാണ്. പ്രണയത്തിൻ്റെ എന്ന് പറയുന്നില്ല, പക്ഷെ നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ജീവിത കഥയാണ്, വിഗ്രഹമാണ്, മതമാണ്. അത് നിനക്കിനി വേണ്ട, മറ്റുള്ളവർ അതുകൊണ്ട് നേടാവുന്നത് നേടട്ടെ. ഈ വരികൾ ശ്രദ്ധിക്കുക. എന്താണ്? അത് നിന്റെ പുതപ്പല്ല, ഇനി മനുഷ്യന് എന്തെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലുമായിട്ടും മതവുമായിട്ടും അവൻ്റെ വിശ്വാസങ്ങളുമായിട്ട് അവൻ കൂടിച്ചേരുന്നു. യഥാർത്ഥത്തിൽ മനുഷ്യൻ ആത്യന്തികമായി മനുഷ്യനാണ്. അവന് യാതൊന്നിനോടും ബാധ്യതയില്ല. ആ കാര്യമാണ് അവിടെ പറയുന്നത്. നമുക്ക് ഒരു മഹാമാരി വന്നപ്പോൾ മനുഷ്യൻ നമ്മുടെ ലോകത്തിന് മനസ്സിലായി എന്ത്? ജാതിയിലും മതത്തിലും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല എന്ന്. പണക്കാരും ദരിദ്രനും ഒക്കെ ഒരേപോലെ തന്നെയാണ് മഹാമാരിക്ക് മുമ്പിൽ ഭയചകിതരായി വീണുപോയത്. അപ്പോൾ എങ്കിലും മനുഷ്യൻ എന്നതിൻ്റെ അസ്തിത്വം തിരിച്ചറിയാൻ മനുഷ്യന് കഴിയേണ്ടതായിരുന്നു. ചിലർക്കൊക്കെ കഴിഞ്ഞു, ഇനിയും സമയമുണ്ട്, അത് തിരിച്ചറിയുക തന്നെ ചെയ്യും. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഇത് നിന്റെ പുതപ്പല്ല, സ്മാരകമാണ്, ജീവിത കഥയാണ്, വിഗ്രഹമാണ്, മതമാണ്, അത് നിനക്കിനി വേണ്ട. വിഗ്രഹമാണ്, വിഗ്രഹം അമ്പലങ്ങളിൽ വിഗ്രഹത്തിൻ്റെ പേരിൽ ഉണ്ടാവുന്നത്. മതം, ധാരാളം മതങ്ങളുണ്ട്, അത് നിനക്കിനി വേണ്ട. മതവും വിഗ്രഹങ്ങളും പൂജാവിധികളും ക്ഷേത്ര ആരാധനകളും സാമ്പത്തികമായിട്ടുള്ള യശസ് നേടാൻ വേണ്ടിയിട്ട് മനുഷ്യൻ ഉപയോഗപ്പെടുത്തുന്ന പലതരം തന്ത്രങ്ങളാണ് എന്നുള്ളതാണ് നാടകത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. അതൊന്നും നിനക്കിനി ആവശ്യമില്ല, അതുകൊണ്ട് ആർക്കെങ്കിലും നേടാനുള്ളവർ അവർ നേടട്ടെ എന്നാണ്. അപ്പോൾ ഭൂമിയിലെ ഉള്ള ശക്തമായിട്ടുള്ള വിമർശനമാണ് ഈ നാടകത്തിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. ഒളിഞ്ഞുള്ള അമ്പെയ്ത്ത്. മനുഷ്യൻ അഭിനേതാവാണ്. അവൻ നല്ല ഭൂമിയിൽ അവൻ ജീവിക്കുമ്പോൾ മകനായും ഭാര്യയായും ഭർത്താവായിട്ടും ഒക്കെ അഭിനയിച്ച് പൊലിപ്പിക്കുന്നു. നല്ല ഒരു മത നേതാവായിട്ട് പൊലിപ്പിക്കുന്നു, നല്ല രാഷ്ട്രീയ നേതാവായിട്ട് പൊലിപ്പിക്കുന്നു. അങ്ങനെ അവൻ്റെ വസ്ത്രങ്ങൾ അഴിച്ചു വെച്ച് വേണം അവൻ ഈ ലോകത്ത് നിന്ന് പോകുമ്പോൾ മനുഷ്യനാണ് പോകുന്നത്, അല്ലാതെ മുസ്ലിമോ ഹിന്ദുവോ ക്രൈസ്തവനോ അല്ല പോകുന്നത്. എന്താണ്? ഒരു മനുഷ്യനാണ് ഭൂമിയിൽ നിന്ന് പോകുന്നത് എന്നാണ് നാടകത്തിൻ്റെ ഒരു ഭാഷ്യം. മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെ. അപ്പോൾ അത് അടിവരണം. ഇത് നിന്റെ പുതപ്പല്ല, ഇനി ഇത് സ്മാരകമാണ്, ജീവിത കഥയാണ്, വിഗ്രഹമാണ്, മതമാണ്, അത് നിനക്കിനി വേണ്ട. മറ്റുള്ളവർ അതുകൊണ്ട് നേടാവുന്നത് നേടട്ടെ എന്നാണ് മനസാക്ഷിയുടെ സംസാരം. മനസാക്ഷിയുടെ ഈ സംസാരം നമ്മൾ പറഞ്ഞു, മനസാക്ഷി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള അദ്ദേഹത്തിൻ്റെ എന്താണ് സബ് കോൺഷ്യസ് എന്ന് പറയുന്ന ഭാഗമാണ്, അവബോധ മനസ്സ് തന്നെയാണ് എന്ന്. അതേസമയം നമുക്ക് പറയാം മനസാക്ഷി
ഇതിലൂടെ സംസാരിക്കുന്നത് നാടകകൃത്തിൻ്റെ ശബ്ദമാണ് നമുക്ക് മനസ്സാക്ഷിയിലൂടെ കേൾക്കാൻ കഴിയുന്നത്. അതും നിങ്ങൾ ഓർമ്മിച്ച് വെക്കേണ്ടതുണ്ട്. ഓക്കെ, നടൻ എനിക്ക് തിരിച്ചു പോകാൻ പറ്റുമോ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്? കോണിക്കൽ തന്നെ വന്ന നിലമിനി കാണാൻ അന്യനെടുപ്പിക്കരുതെന്നും ഇത്തം ഓരോന്ന് ചിന്തിച്ചിരിക്കവേ ചത്തുപോകുന്നു പാവം ശിവ എന്നാണ്. മനസ്സിലായില്ലേ? 99 വയസ്സായാലും പിന്നെയും അവൻ ആഗ്രഹങ്ങളാണ് അല്ലേ? ആഗ്രഹങ്ങൾ ഒഴിഞ്ഞിട്ട് ഒരു മരണം ഇവിടെ സംഭവിക്കുന്നില്ല. അത് ആത്മഹത്യ ആയാൽ പോലും. ആത്മഹത്യയിൽ സംഭവിക്കുന്നത് എന്താണ്? ആഗ്രഹങ്ങളുടെ തള്ളിച്ചയാണ്. സ്വപ്നങ്ങളുടെ പ്രയാണങ്ങൾക്ക് ഏൽക്കുന്ന തടസ്സങ്ങളാണ് ആത്മഹത്യക്ക് കാരണം. അപ്പോൾ അതാണ്. അപ്പോൾ ജീവിതത്തിലെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകുമ്പോഴാണ് മരണങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ എനിക്ക് തിരിച്ചു പോകാൻ ഇനിയും നടൻ്റെ ഉള്ളിൽ ജീവിതത്തിലെ ഭൗതിക സുഖങ്ങളോട് അമിതമായ ആഗ്രഹങ്ങളുണ്ട്. മിത്രം, ഇനിയോ? ഇല്ല ധർമ്മജ, നിനക്കിനി മുന്നോട്ട് നടക്കുകയേ ഗതിയുള്ളൂ. ആ ഗതികേടിനെ മഹത്വമെന്ന് അവർ വാഴ്ത്തട്ടെ, നടക്കൂ എന്നാണ്. ഇത് ശക്തമായിട്ടുള്ള ഒരു ഭാഷ ഇവിടെയുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും മഹാഭാരത കഥ പറയുന്നത്, മഹാഭാരത കഥ പറയാനുള്ള എൻ്റെ താല്പര്യം കൊണ്ടല്ല, നിങ്ങൾ മനസ്സിലാക്കണം. മഹാഭാരത കഥയിലെ ധർമ്മജൻ, യുധിഷ്ഠിരൻ, അദ്ദേഹത്തിൻ്റെ പേര് ധർമ്മപുത്രൻ എന്നായിരുന്നു പേര്. യഥാർത്ഥത്തിൽ ധർമ്മപുത്രൻ എന്ന് പറയുന്ന കഥാപാത്രം മഹാഭാരതത്തിലെ പഞ്ചപാണ്ഡവന്മാരിൽ വെച്ച് ഏറ്റവും ഭീരുവായ കഥാപാത്രമാണ്. ധർമ്മത്തിൻ്റെ പേരിൽ ഒളിച്ചു കളിച്ച് തൻ്റെ ഭീരുത്വത്തെ പുറത്ത് കാണിക്കാതെ ജീവിച്ച ആളാണ് ധർമ്മജൻ എന്ന് പറയുന്നത്. നമ്മുടെ മാരാർ അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അത് നല്ല കാഴ്ചപ്പാട് തന്നെയാണ്. ഭാരത പര്യടനത്തിൽ ഭീരുവായിരുന്നു അദ്ദേഹം അവസാനത്തിൽ. പക്ഷെ ആളുകൾ പറയും അദ്ദേഹം ധർമ്മനിഷ്ഠനാണ്, നീതിമാനാണ് എന്നൊക്കെ. പക്ഷെ നമ്മൾ പറയും അദ്ദേഹം ഭീരുവായിരുന്നു എന്നാണ്. അപ്പോൾ ധർമ്മപുത്രൻ പറയുന്നുണ്ട്, എനിക്ക് എൻ്റെ സഹോദരന്മാരെ കാണണം, സഹോദരന്മാരുള്ള സ്ഥലമാണ് ഞാൻ സ്വർഗത്തെ പോലെ കണക്കാക്കുന്നത് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ യമധർമ്മൻ അദ്ദേഹത്തിനൊരു അവസരം കൊടുക്കുകയാണ്, നീ നിന്റെ സഹോദരന്മാരെ പോയി കണ്ടോളൂ. അങ്ങനെ സഹോദരന്മാരെ കാണാൻ വേണ്ടിയിട്ട് അദ്ദേഹം നരകത്തിലേക്കൊന്ന് പോകുന്ന രംഗമുണ്ട് അവിടെ. പക്ഷേ അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ സഹോദര സ്നേഹം നിഷ്പ്രഭമായി പോയി. അല്പം പോലും ഉയർന്നില്ല. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ മൂക്ക് പിടിച്ചുകൊണ്ടാണ് അവിടെ നിൽക്കാൻ കഴിഞ്ഞത്. അതിഭീകരമായിട്ടുള്ള ശബ്ദ കോലാഹലങ്ങൾ, വഴുവഴുപ്പുള്ള പ്രദേശങ്ങൾ, വളരെ ജുഗുപ്സാവഹമായ അന്തരീക്ഷം. വേഗം എന്നെ കൊണ്ടുപോകൂ സ്വർഗത്തിലേക്ക് എന്ന് പറഞ്ഞ് ധർമ്മജൻ തിരിച്ചു പോകുന്നു. എന്നിട്ടും ഇന്നത്തെ കാലത്ത് ധർമ്മജന്റെ പേരെന്താണ്? ധർമ്മബോധമുള്ളവൻ എന്നാണ്. അപ്പം എന്താണ്? ആ ഗതികേടിനെ മഹത്വമെന്ന് ഇനിയുള്ളവർ വാഴ്ത്തിക്കൊള്ളട്ടെ എന്നാണ്. യഥാർത്ഥത്തിൽ നിന്റെ ഉള്ളിൽ അടങ്ങാത്ത മോഹമുണ്ടായിരുന്നു. ആ മോഹത്തെ അടക്കി നിർത്തിക്കൊണ്ടാണ് നീ ഇവിടെ വിടുന്നതെന്ന് ആരും അറിയണ്ട എന്ന് ആണ് പരിഹസിക്കുന്നത്. നടക്കും. നടൻ പറയുന്നു, എനിക്ക് പേടിയാവുന്നു. മിത്രം, എന്തിന്? നടൻ, ശൂന്യത. മിത്രം, അത്യുന്നതങ്ങൾ എപ്പോഴും ഏകാന്തമാണ്. അത്യുന്നതങ്ങൾ എപ്പോഴും ഏകാന്തമാണ്. മഹത്വം പങ്കുചേർന്ന് അനുഭവിക്കാൻ പറ്റുകയില്ല. ഉന്നത സ്ഥായികളായിട്ടുള്ള ആളുകൾ എപ്പോഴും ഏകാന്തതയിലാണ് ഉണ്ടാവുക. അവിടെ മഹത്വം ഒരിക്കലും പങ്കിട്ട് ഉപയോഗിക്കാൻ പറ്റുകയില്ല എന്ന് പറയുന്നത്. മരണം പോലെ മരണം അവനവൻ്റെ മരണം അവനവൻ തന്നെ അനുഭവിക്കണം. അതിൻ്റെ വേദന എത്രയായാലും കുറച്ച് പങ്കിട്ട് കൊടുക്കാനാവില്ല. അതുകൊണ്ട് മഹത്വവും അങ്ങനെ തന്നെയാണ്. ഉന്നത ഗിരിശൃംഗങ്ങളിലെ ദുസ്സഹമായ ഏകാന്തതയാണ് അതിൻ്റെ ഒരേ ഒരു പ്രതിഫലം. ഉന്നത ഗിരിശൃംഗങ്ങളിലെ ദുസ്സഹമായ ഏകാന്തതയാണ് അതിൻ്റെ ഒരേ ഒരു പ്രതിഫലം. ആജ്ഞാസ്വരത്തിലാണ് ഇപ്പോൾ മനസാക്ഷിക്ക് കുറെ കൂടി പവർ വന്നിരിക്കുന്നു, ശക്തി വന്നിരിക്കുന്നു, ആജ്ഞാശക്തി വന്നിരിക്കുന്നു. നടക്ക് എന്നാണ് പറഞ്ഞത്. നടൻ സ്വരമാറ്റസ്ഥിതി തിരിഞ്ഞു നോക്കുന്നു. മുഖഗാംഭീര്യം കണ്ട് മനസ്സിലാക്കുന്നു, ഇത് മനസാക്ഷിയുടെ ആജ്ഞയാണ്. നടൻ, എൻ്റെ കാലുകളിൽ എന്തോ ഉടക്കുന്നു. മിത്രം, ചവിട്ടിപ്പൊട്ടിക്കിയ ബന്ധനങ്ങൾ, സ്നേഹത്തിൻ്റെ വിലങ്ങുകൾ എത്ര ബലപ്പെട്ടതായാലും ചവിട്ടിയാൽ പൊട്ടും എന്നാണ്. അടിവരട്ടോളണം. ചവിട്ടിപ്പൊട്ടിക്കിയ ബന്ധനങ്ങൾ, സ്നേഹത്തിൻ്റെ വിലങ്ങുകൾ എത്ര ബലപ്പെട്ടവയായാലും ചവിട്ടിയാൽ പൊട്ടും. അപ്പോൾ പറഞ്ഞതിന് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. എവിടെയാണോ സ്നേഹം കൂടുതലുള്ളത് അവിടെയൊക്കെ പിണക്കവും ഉണ്ടാവും എന്നാണ്. അപ്പോൾ നീ ഒന്ന് ബന്ധങ്ങളെ ഒഴിവാക്കുന്ന കൂട്ടത്തിൽ നിന്റെ സ്നേഹത്തിൻ്റെ വിലങ്ങുകൾ
ചവിട്ടി പൊട്ടിച്ച് കളയൂ, അത് പൊട്ടും എന്നാണ് പറയുന്നത്. രണ്ടുപേരും സൈക്ലോരമയ്ക്ക് അടുത്തെത്തി. സൈക്ലോരമ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് അല്ലേ. കർട്ടൻ്റെ മുകളിൽ ഉണ്ടാക്കുന്ന ഒരു നമ്മളെ വിരമിപ്പിക്കുന്ന തരത്തിലുള്ള കാഴ്ചപ്പാടുകളെല്ലാം, കർട്ടനിൽ വരച്ച് വയ്ക്കുന്ന കാര്യങ്ങളെല്ലാം അതെല്ലാം സൈക്ലോരമ അതിലേക്ക് നോക്കി നിന്നു. അതിലേക്ക് നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ മുഖത്തെ ആശയങ്ങൾ അതുമായിട്ട് സമന്വയിപ്പിക്കുന്നത്. ഹായ്, നാം എത്തിച്ചേർന്നിരിക്കുന്നു, മഹാപ്രസ്ഥാനം അവസാനിക്കുന്നു, ലക്ഷ്യമിതാ, നീ ഇത് കാണുന്നില്ലേ എന്നാണ്. പെട്ടെന്ന് സൈക്ലോരമയിലെ പ്രകാശം പൊലിഞ്ഞു. എന്ന് പറഞ്ഞാൽ ആ സ്ക്രീനിലേക്ക് അടുക്കി വെച്ചിരിക്കുന്ന പ്രകാശം സ്വർഗീയമായിട്ടുള്ള സ്ഥലത്തിൻ്റെ എല്ലാവിധ സൗകുമാര്യത്തോടും വെച്ചിരിക്കുന്ന അതിലെ പ്രകാശം പെട്ടെന്ന് വലിഞ്ഞു, കാഴ്ച മാഞ്ഞു. അതിൻ്റെ സ്ഥാനത്ത് അതിദീപ്തമായ, വളരെ ജ്വലിക്കുന്ന, നഗ്നമായ വെള്ളി വെളിച്ചം എന്ന് പറഞ്ഞാൽ കണ്ണുകളെ ഉദ്ദീപ്തമാക്കുന്ന, കണ്ണുകളെ ഉണ്ടാക്കുന്ന, തളർത്തിക്കളയുന്ന ഉദ്ദീപ്തമായ വെള്ളി വെളിച്ചം, കണ്ണുകളിൽ തുളച്ചു കയറുന്നത് പോലെ ശക്തമായ പ്രകാശം, ജ്വലിച്ചു നിൽക്കുന്ന പ്രകാശം അവിടെ കാണാൻ തുടങ്ങി. നടൻ പെട്ടെന്ന് തിരിഞ്ഞ്, എനിക്കങ്ങോട്ട് നോക്കാൻ വയ്യ, കാരണം അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അന്ധതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, അയ്യോ എൻ്റെ കണ്ണുകൾ, ഞാൻ കണ്ട വർണ്ണഭംഗിയുടെ, ഞാൻ കണ്ട പ്രണയത്തിൻ്റെ മോഹങ്ങൾ, ഞാൻ കണ്ട ഭോഗാത്മകതയുടെ സ്വപ്നങ്ങൾ എല്ലാം എവിടെ, ഒന്നും കാണാൻ കഴിയുന്നില്ല. മനുഷ്യൻ, നമ്മൾ പറയില്ലേ, 6 അടി മണ്ണിൻ്റെ അവകാശിയായിത്തീരുന്ന മനുഷ്യൻ കാണുന്ന സ്വപ്നങ്ങളെക്കുറിച്ചോർത്ത് അവൻ പിന്നീട് പരിതപിക്കും. പക്ഷേ അത് മുമ്പ് ആ ബോധം അവന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ്. ആസ്വാദല ഭൂമി, ഇത് മരുഭൂമിയാണ്, താഴെയും മോളിലും തീയെരിയുന്ന മണൽക്കാട്. പറയൂ, എൻ്റെ സ്വപ്നം, എൻ്റെ ലക്ഷ്യം എവിടെ എവിടെ എന്നാണ് പറയുന്നത്. അപ്പോൾ എത്തിപ്പെട്ട ലോകം അദ്ദേഹത്തിൻ്റെ സ്വപ്നലോകത്തിൻ്റേതായിരുന്നില്ല എന്നുള്ളതാണ്. മിത്രത്തിൻ്റെ നേരെ തെളിയുന്നു. മിത്രത്തിൻ്റെ മുഖത്ത് പ്രാകൃതവും പൈശാചികവുമായിട്ടുള്ള ഒരു ഭാവമാണ് ഈ സമയത്തുണ്ടാകുന്നത്. അത് കണ്ട് നടൻ ഞെട്ടിപ്പോകുന്നു. തളർന്നു വീഴാൻ അദ്ദേഹം ഭാവിക്കുന്നുണ്ട്. പിതാവേ, ഇത് എന്ന് പറഞ്ഞ് തളർന്നു വീഴുന്നു. മിത്രം, ഞാൻ പ്രകൃതി, എൻ്റെ ചുമലിലേക്ക് ചാരിക്കൊള്ളും. പിടിച്ച് സ്വശരീരത്തിൽ നിന്നും രക്ഷ നേടാൻ ശ്രമിച്ചുകൊണ്ട്, വേണ്ട, നീ മരണമാണ്, പിടിപിടിക്കുന്നു, താഴേക്ക് മറിയുന്നു. മിത്രം പറയുന്നത് എന്താണ്, ഞാൻ പ്രകൃതിയാണ്, എൻ്റെ ചുമലിലേക്ക് ചാഞ്ഞ് ആശ്രയിച്ചു കൊള്ളൂ എന്ന് പറയുമ്പോൾ, വേണ്ട, നീ മരണമാണ്, പിടിവിടുന്നു, താഴേക്ക് മറിഞ്ഞു വീഴുന്നു. അപ്പോൾ രംഗം മുഴുവൻ ഇരുട്ടാണ്. പ്രകാശവത്താകുമ്പോൾ ജനറൽ ലൈറ്റിംഗ് സൈക്കിളിൻ്റെ പ്രകാശം അവിടെ ഇല്ല, മൊത്തമായിട്ട് പ്രകാശമില്ല. മിത്രം തലത്തിന് മുകളിലാണുള്ളത്. നടൻ താഴെ തറയിൽ വീണ് കിടക്കുന്ന സ്ഥിതിയിലാണ്. അയാൾക്ക് കാഴ്ച നിശേഷം പോയിരിക്കുന്നു, ഒരു തുള്ളി കാഴ്ച പോലുമില്ല. പുറത്തെ തെരുവിൽ മുഖംമൂടി അണിഞ്ഞ രാത്രിഞ്ചരന്മാർ മുറിക്ക് ഉള്ളിലേക്ക് കഥയിൻ്റെ നേരെ വന്ന് നോക്കി നിൽക്കുന്നു. സമൂഹത്തിൻ്റെ അപവാദ കൗശലമാണ് ഈ രാത്രിഞ്ചരന്മാർ എന്ന് പറയുന്നത്. എൻ്റെ കാഴ്ച നശിച്ചു പരിപൂർണമായി. ഹായ്, ഇനി മിത്രം എണീക്കൂ മിത്രമേ. മിത്രം പറയുന്നു, എഴുന്നേൽക്കൂ, എൻ്റെ കാഴ്ച നശിച്ചു എന്ന് പറയുമ്പോൾ എഴുന്നേൽക്കൂ മിത്രമേ എന്ന് പറഞ്ഞ മനസ്സാക്ഷി നടനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നു. നടൻ, നീയോ? എൻ്റെ നാശത്തിന് മുഴുവൻ കാരണക്കാരൻ നീയാണ് എന്നെ എഴുന്നേൽപ്പിക്കുന്നത്. എൻ്റെ നാശത്തിന് മുഴുവൻ കാരണക്കാരൻ നീയാണ്. വേണ്ട, ഇനി വേണ്ട, ഇവിടെ നിന്നും ഇറങ്ങാം, വേഗം, ഇതെൻ്റെ മുറിയാണ്. മിത്രം, ഞാനോ? നിന്നെ ഈ നിലയിൽ വിട്ടിട്ടോ? എൻ്റെ മുറിയിൽ നിന്ന് ഞാനെങ്ങനെ പുറത്തു പോകാനാ നിന്നെ ഈ നിലയിൽ ഇട്ടിട്ട്? നടൻ, അതെ, വേണ്ട, ഇനി എനിക്ക് നിന്റെ കൂട്ട് വേണ്ട, വേഗം പോകാൻ എന്ന് അലറുന്നു. മിത്രം അടുത്തിയെന്ന്, ആലോചിച്ചാണോ നീ പറയുന്നത്? നിന്റെ മനസ്സാക്ഷിയോടാണ് നീ പോകാൻ പറയുന്നത്. നടൻ, അതെ, പോകണം, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്തു പോകും. നീ പോയിക്കൊള്ളണം എൻ്റെ മുമ്പിൽ നിന്ന്. മിത്രം, നീ അന്ധനല്ലേ? നടൻ, സാരമില്ല, ഇരുട്ടുണ്ട് കൂട്ട്, അന്ധൻ ഇരുട്ട് കൂട്ടാണല്ലോ. മിത്രം, നീ പരാശ്രിതനാണ്, നീ അന്യൻ്റെ ആശ്രയമില്ലാതെ ജീവിക്കാനാവില്ല. നടൻ, ഞാൻ സഹിച്ചു, ഞാൻ പോയാൽ എനിക്ക് സ്വൈര്യം കിട്ടും എന്ന് നടൻ. ആ ഇരുട്ടിൽ നിൽക്കുന്ന രൂപങ്ങൾ നിന്നെ കൊത്തി വലിക്കും. ഞാൻ പോയാൽ ആ ഇരുട്ടിൽ നിൽക്കുന്ന രൂപങ്ങൾ നിന്നെ കൊത്തി വലിക്കും. ഈ നഗര രക്ഷസിൻ്റെ കിങ്കരന്മാർ, രാത്രിഞ്ചര പരിശകൾ, പരിശ എന്ന് പറഞ്ഞാൽ ജനം എന്നാണ്, രാത്രിഞ്ചര പരിശകൾ. രാത്രിഞ്ചരൻ എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം രാക്ഷസന്മാരെന്നാണ്. പക്ഷെ ഇവിടെ മറ്റുള്ളവൻ്റെ ദുഃഖങ്ങൾ തങ്ങളുടെ സന്തോഷത്തിന് ഭാഗമാക്കുന്ന മനുഷ്യരുടെ പ്രതിനിധികളാണ് ഇവർ എന്ന് മനസ്സിലാക്കുക. രാത്രിഞ്ചരന്മാർ തെരുവിൻ്റെ നെല്ലുകളിലേക്ക് മാറി നിൽക്കുകയാണ്. നടൻ,
ഇനിയും എന്നെ ഭയപ്പെടുത്തേണ്ട, പ്രലോഭിപ്പിക്കേണ്ട, നീ പോ പുറത്ത് എന്ന് ആക്രോശിക്കുന്നു. മിത്രം, ഇതോർത്ത് നീ നടൻ ദുഃഖിക്കുമല്ലേ? ഈ ചടങ്ങ് വാചകം പറയാതെ പോകുന്നുണ്ടോ? ഇല്ലെങ്കിൽ കോപത്തോടെ കൈവിരിച്ച് അടുക്കുന്നു. പക്ഷെ അടുത്തെത്തു മുമ്പേ തളർന്നു പോകുന്നു. അടിക്കാനുള്ള ശേഷിയില്ല. അടുത്തെത്തുമ്പോഴത്തേക്കും അയാൾ കുഴഞ്ഞു പോകുന്നു. മിത്രം, ശരി, ഇത്രയും നാൾ കൂടെ വസിച്ചു, കുഞ്ഞുനാൾ മുതൽ ഇന്ന് വരെ. നടൻ, പഴംപുരാണമൊന്നും വേണ്ട മിത്രം, അശേഷമില്ല. പക്ഷേ നീ വേണ്ട, അത് പറയുന്നില്ല. അടുത്ത് എന്നൊരു നിമിഷം ആ കൈപിടിച്ച് മുഖത്ത് നോക്കി. സുഹൃത്തെ, ആത്മബന്ധോ ഇനി ഒരിക്കൽ എന്ന് പറയുമ്പോൾ നടൻ, ഒരിക്കലും വേണ്ട, ഇനി നമ്മൾ കാണുകയേ വേണ്ട. മിത്രം, വേണം, ഞാൻ വരും. നീ തേത്തട്ടിൽ തളർന്നു കിടക്കുമ്പോൾ ശത്രുവ്യൂഹത്തിന്റെ ആയുധങ്ങൾ രുദ്രവർഷം ചൊരിയാൻ കാത്തു നിൽക്കുമ്പോൾ നിന്റെ അകക്കണ്ണ് കാണുന്ന അതിരുകളില്ലാത്ത നീണ്ട ക്ഷീരപഥത്തിൽ കൂടി നക്ഷത്ര വെളിച്ചത്തിൽ ഞാൻ നിന്റെ അടുക്കൽ വരും. അതുവരെ വിട, ഇറങ്ങി തെരുവിലേക്ക് പോകും. ഈ ഭാഗം ഞാൻ ഒന്ന് വിശദീകരിക്കേണ്ടതുണ്ട്. മഹാഭാരതത്തിലെ മറ്റൊരു രംഗത്തെയാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. മഹാഭാരതത്തിലെ ഏറ്റവും ഉജ്ജ്വലമായ രംഗം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊരുവരും പറയും അത് ഭഗവത്ഗീതയാണ്. അതിൻ്റെ കാതലാണത്. വേണമെങ്കിൽ ഭഗവത്ഗീതയിൽ നിന്ന് മഹാഭാരതത്തെ പോലെയുള്ള നിരവധി കൃതികൾ ഉണ്ടാക്കിയെടുക്കാം. അത്രയും ആശയ സമ്പുഷ്ടമായ ഒരു ഭാഗമാണ് ഭഗവത്ഗീത എന്ന് പറയുന്നത്. ശ്രീകൃഷ്ണൻ അർജുനന് കൊടുക്കുന്ന ഉപദേശമാണ് അത്. മഹാഭാരത യുദ്ധം തുടങ്ങാൻ പോവുകയാണ്. കലിതരണ മരണമിക വന്ന യോദ്ധാക്കളെ കാണാൻ അടുത്തു നിർത്തേണം ഈ സ്യന്തനം എന്നാണ് അർജുനൻ ശ്രീകൃഷ്ണനോട് പറയുന്നത്. അർജുനന്റെ തേരാളിയാണ് ശ്രീകൃഷ്ണൻ. കലിതരണ മരണമിക വന്ന യോദ്ധാക്കളെ കാണാൻ അടുത്തു നിർത്തേണം ഈ സ്യന്തനം. സ്യന്തനം തേരാണ്. അപ്പോൾ അതിഭയങ്കരമായ ഈ യുദ്ധത്തിൽ മരണമടയാൻ വേണ്ടി എത്തി നിൽക്കുന്ന ശത്രു സൈന്യത്തിന്റെ ആളുകളെ, വീരനായകന്മാരെ കാണാൻ വേണ്ടി എൻ്റെ രഥം ഒന്ന് അവർക്കടുത്തേക്ക് അടുപ്പിച്ചു നിർത്തൂ എന്നാണ് അർജുനൻ പറഞ്ഞത്. കൃഷ്ണൻ അതുപോലെ തന്നെ ചെയ്തു കൊടുത്തു. അടുപ്പിച്ച് നിർത്തിയപ്പോൾ എന്താ സംഭവിച്ചത്? അർജുനൻ നോക്കുമ്പോൾ കാണുന്നത് ഭീഷ്മ പിതാമഹൻ, മറുഭാഗത്ത് അല്പം മാറിയിട്ട് കർണൻ, കൃപര്, കൃപവർമ്മര്, ദ്രോണര്, ദുര്യോധനൊക്കെ മാറ്റി നിർത്തിയേക്കാം. പിന്നെ അശ്വത്ഥമാവ്. അങ്ങനെ ആരാലും തോൽപ്പിക്കപ്പെടാൻ കഴിയാത്ത അത്രയും അഭേദ്യമായ യുദ്ധത്തിന്റെ മുഖമാണ് അർജുനൻ കാണുന്നത്. അർജുനൻ എന്ന് പറയുന്ന അതിവീരനായ വില്ലാളി വീരനെ പോലും ഭയപ്പെടുത്തുന്ന കാഴ്ചയായിരുന്നു അത്. അദ്ദേഹം പക്ഷെ പറഞ്ഞത് വേറെയാണ്. എൻ്റെ മുത്തച്ഛനോടും എൻ്റെ സഹോദരന്മാരോടും എൻ്റെ ഗുരുവിൻ്റെ പുത്രനോടും ഗുരുവിനോടും ഞാൻ എങ്ങനെയാണ് കൃഷ്ണ യുദ്ധം ചെയ്യുക? എനിക്ക് യുദ്ധം ചെയ്യാനാവില്ല എന്ന് പറഞ്ഞ തേർത്തട്ടിൽ തളർന്നു കിടക്കുകയാണ് ചെയ്തത്. അങ്ങനെ കിടക്കേണ്ടി വന്ന അവസരത്തിൽ ശ്രീകൃഷ്ണൻ കൊടുക്കുന്ന ഉപദേശമാണ് ഭഗവത്ഗീത. അപ്പോൾ അത് ധർമ്മത്തെക്കുറിച്ചുള്ള പ്രഭാഷണമാണത്. രാജാവിൻ്റെ ധർമ്മം എന്താണ്? അത് യുദ്ധമാണ് എന്ന് പറഞ്ഞിട്ട് സ്വർഗ നരകങ്ങളെക്കുറിച്ചുള്ള ഭയത്തെക്കുറിച്ചും മനുഷ്യൻ രാജാവ് ചെയ്യേണ്ട കർമ്മങ്ങളെക്കുറിച്ചും അർജുനന് ബോധ്യപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അർജുനൻ പിന്നീട് ഗാന്ധീവം കയ്യിലെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഇനി ഞാൻ എപ്പോഴാണ് വരിക എന്ന് പറയുമ്പോൾ മിത്രം പറയുന്നുണ്ട്, ഞാൻ വരും. നീ തേർത്തട്ടിൽ നിഷ്ക്രിയനായിട്ട് ചെയ്യേണ്ട കർമ്മം ചെയ്യാനാവാതെ നീ തളർന്നു കിടക്കുമ്പോൾ ഉപദേശ രൂപത്തിൽ ഞാൻ വീണ്ടും വരും. സംഭവാമി യുഗേ യുഗേ. ഓർമ്മിക്കേണ്ടതുണ്ട് അല്ലേ? യഥാ യഥാ ഹി ധർമ്മസ്ഥ സ്ഥാനുർഭവതി ഭാരതം എന്ന് പറയുന്ന മഹാഭാരതത്തിൻ്റെ ശ്ലോകത്തിൽ വിഷ്ണുവിൻ്റെ അവതാരങ്ങൾ വീണ്ടും വീണ്ടും വരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഭാഗമാണ് ഇവിടെയും സൂചിതമായിട്ടുള്ളത്. കാരണം പൗരാണികമായ ഗ്രന്ഥത്തിൽ നിന്നും വലിച്ചു നീട്ടിയ ചില തത്വശകലങ്ങൾ ചേർത്തുകൊണ്ടാണ് നാടകത്തെ, വർത്തമാനകാലത്തെ സമസ്യകൾക്ക് ഉത്തരം കണ്ടെത്താൻ ആര് ശ്രമിക്കുന്നത്? നാടകകൃത്ത് ശ്രമിക്കുന്നത് എന്നാണ്. ശത്രുവ്യൂഹത്തിന്റെ ആയുധങ്ങൾ രുദ്രവർഷം ചൊരിയാൻ കാത്തു നിൽക്കുമ്പോൾ, രുദ്രവർഷം രക്തപ്പുഴ ഒഴുക്കാൻ കാത്തു നിൽക്കുമ്പോൾ നിന്റെ അകക്കണ്ണ് ഇവിടെ നടൻ അന്ധനാണ്. അർജുനനും അവിടെ അന്ധനായിരുന്നു. അദ്ദേഹത്തിന് പേടിയാണ് അദ്ദേഹത്തിന് അന്ധതയുണ്ടാക്കിയത്.
ആ അന്ധതയെ മാറ്റാൻ വേണ്ടി കൃഷ്ണൻ എങ്ങനെയാണോ ശ്രമിച്ചത്, അങ്ങനെ നിന്റെ അന്ധതയെ മാറ്റാൻ വേണ്ടി ഞാൻ വീണ്ടും വരേണ്ടി വരും എന്ന് മനസ്സാക്ഷി പറയുന്നു. മനസ്സിലാകുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കട്ടെ. ആ ഭാഗം നിങ്ങൾ വായിക്കണം. നടൻ കൂടുതൽ പരിക്ഷീണനായി രംഗത്തിൻ്റെ മുൻഭാഗത്തേക്ക് മാറുകയാണ്. നടൻ ആത്മകഥ. എനിക്കെന്താണ് സംഭവിക്കുന്നത്? അന്ധകാരത്തിൻ്റെ ഇരമ്പലിൽ ഞാനൊന്നും കേൾക്കുന്നില്ല. ഈ കൂരിരുട്ടിൽ ഞാനൊന്നും കാണുന്നുമില്ല. എനിക്ക് എന്നെ തന്നെയാണ് കാണുവാൻ കഴിയാത്തത്. എന്നെ തന്നെ എനിക്ക് കാണാൻ കഴിയുന്നില്ല. എങ്കിൽ തപ്പിയും തടഞ്ഞും കണ്ണാടിയിൽ അദ്ദേഹം മുട്ടുകയാണ്. തപ്പിയും തടഞ്ഞും കണ്ണാടിയിൽ മുട്ടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കണ്ണാടി ഫ്രെയിം മാത്രമേ ഉള്ളൂ, പക്ഷെ അത് നിലത്ത് വീണ് ഉടയുന്ന ശബ്ദം കേൾക്കുന്നു. അതോടുകൂടി സ്വന്തം പ്രതിബിംബം കാണാനുള്ള അവസാനത്തെ അത്താണിയും നശിക്കുകയാണ്. ആശ്രയവും നശിച്ചു. തീർന്നു. അദ്ദേഹവും പതിക്കുന്നു. പുറത്ത് മിത്രം നടന്ന് വഴിവിളക്കിനടുത്തെത്തി. അതിൻ്റെ കാലിൽ ഒരു നിമിഷം ചാരി നിന്ന് സദസ്സിനോടായിട്ട് പറയുന്നു. മിത്രം വരുന്നു. വഴിവിളക്ക്. നടൻ വീണ് കിടക്കുന്നു. നടൻ പതിച്ചു. പിന്നെന്താണ്? മിത്രം പറയുന്നു, പേരറിയാത്ത കിനാവുകളിൽ അതിരില്ലാത്ത മഹാസാമ്രാജ്യത്തിൽ ആയിരമായിരം എന്നെ അകറ്റിയ ഭാഗ്യം കെട്ട മനസ്സുകളിൽ മൺകുടിലുകളിൽ മുഗ്ധത വീണു മരിച്ച ശവക്കോട്ടകളിൽ അലയും ഞാൻ. ഇനിയും വരുവാൻ ഇവിടെ വസിപ്പാൻ നിന്നുടെ നമ്മുടെ ഈ ഉടജത്തിൻ വിട തോഴരേ വിട എന്നാണ് മനസ്സാക്ഷി പറയുന്നത്. ഇനിയും ഈ കഥകൾ ഇനിയും ആവർത്തിക്കും എന്നാണ്. കാരണം മനുഷ്യൻ്റെ ഉള്ളിലൊക്കെ ഒരു അഭിനേതാവ് നിലനിൽക്കുന്ന കാലത്തോളം ഇത്തരം സംഭവങ്ങൾ ഒരാവർത്തനമാവും എന്നാണ്. ഇവിടെ ഉടജം എന്ന് പറയുന്ന വാക്കുണ്ട്. ഉടജം ആശ്രമമാണ്. പേരറിയാത്ത കിനാവുകളുടെ കഥയായി ഞാൻ വരും. ആയിരം മഹാസാമ്രാജ്യങ്ങളിലും ഞാൻ ഈ കഥയുമായിട്ട് വരും. പിന്നെയോ, എന്നെ അകറ്റി നിർത്തിയ, മനസാക്ഷിയെ മനസ്സിലാക്കാത്ത ഭാഗ്യം കെട്ട മനസ്സുകളിൽ, മൺകുടിലുകളിൽ, മുഗ്ധത സൗന്ദര്യം വീണ് നശിച്ചുപോയ ശവക്കോട്ടകളിൽ, അവിടെയൊക്കെ ഞാൻ അലയും. മനസാക്ഷി അലയും. പിന്നെ എന്താണ്? അലയും ഞാൻ. ഇനിയും വരുവാൻ ഇവിടെ വസിപ്പാൻ നിന്നുടെ നമ്മുടെ എന്ന് പറഞ്ഞു. നിന്നുടെ നമ്മുടെ ഈ ഉടജത്തിൽ, ഈ ആശ്രമത്തിൽ ഇപ്പോൾ എല്ലാവർക്കും വിട പറയട്ടെ എന്നാണ്. തോഴരെ വിട എന്ന് നടന്നു പറയുന്നു. ഇത് കാത്തു നിന്നിട്ട് എന്ന പോലെ മനസാക്ഷി പോയതോടുകൂടി, മനസാക്ഷി ശക്തമാണെങ്കിൽ ഒരു തരം രാത്രിഞ്ചന്മാരുടെ ഇടപെടലുകളും ഒരു വ്യക്തിയെ ദൂഷിത വലയത്തിലേക്ക് അകപ്പെടുത്തുവാൻ സാധ്യമല്ല എന്നുള്ള സന്ദേശമാണ് നാടകൃത്ത് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇത് കാത്തു നിന്നിട്ടെന്ന പോലെ ആഹ്ലാദ നൃത്തത്തോടെ 4 രാത്രിഞ്ചന്മാരും അകത്തേക്ക് ഇരമ്പിക്കയറുകയാണ്. 2 പേർ ഒരു കറുത്ത തിരശീലയെടുത്ത് തപ്പി നടക്കുന്ന നടനെ മറയ്ക്കുന്നുണ്ട്. നടൻ എഴുന്നേറ്റ് തപ്പി നടക്കുകയാണ്. കറുത്ത തിരശീല കൊണ്ട് അയാളെ മറയ്ക്കുന്നു. കാരണം അയാൾ വിസ്മൃതിയുടെ അകത്തളങ്ങളിൽ പെട്ടിരിക്കുന്നു. കഥകളി തിരശീല പിടിച്ചവരെ പോലെ, കഥകളി തിരശീല പിടിച്ച്, തിരനോട്ടം കണ്ടില്ല നിങ്ങൾ? കഥകളിക്ക് ഒരു തുണി ഇങ്ങനെ പിടിക്കുക ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുന്നു? 2 പേരിങ്ങനെ വിറപ്പിച്ച് കളിക്കും. അപ്പോൾ പതുക്കെ കഥകളി അവതരിപ്പിക്കുന്ന നടൻ പതുക്കെ മുകളിലൂടെ നടുവിലിങ്ങനെ പിടിച്ചിട്ട് സാവധാനം താത്തി അതിനനുസരിച്ച് മേളക്കൊഴുപ്പ് അതിൻ്റെ ഷാറായിട്ട് നടക്കും. പതുക്കെ താത്തിയിട്ട് അവസാനമാണ് കഥകളി നടൻ രംഗത്തേക്ക് വന്നിട്ട് കഥ അവതരിപ്പിക്കുന്നത്. അപ്പം അതുപോലെ ഇവർ എന്ത് ചെയ്യുന്നു? ആ കറുത്ത തിരശീല പിടിക്കുന്നത് നടനാണ്. അദ്ദേഹം പതുക്കെ അദ്ദേഹത്തിൻ്റെ മുഖം കാണിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. 2 പേർ ഉപരിതലത്തിൽ അവർ ഫോർ ഹയർ എന്ന് എഴുതിയ ബോർഡ് കണ്ണാടിയുടെ ഫ്രെയിമിൽ കെട്ടി വെക്കുകയും ചെയ്യുന്നു. ഫോർ ഹയർ, വാടകയ്ക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അടുത്ത ആളുകളിന് വേണമെങ്കിൽ അത് എന്ത് ചെയ്യാം? ഇതേപോലുള്ള ഒരു നടനായി മാറി അവിടേക്ക് കടന്നു വരാം. താണ് വന്ദിക്കുന്നു. രംഗസ്ഥിതർ പെട്ടെന്ന് രംഗം ഫ്രീസ് ചെയ്യുന്നു. മിത്രത്തിൻ്റെ അന്ത്യവചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. മിത്രം അവസാനമായിട്ട് അദ്ദേഹത്തിൻ്റെ ധർമ്മസൂക്തങ്ങൾ അദ്ദേഹം കേട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇത്രയുമാണ് ഭരതവാക്യം എന്ന് പറയുന്ന നാടകം. ഒരു കാര്യം കൂടി പറയട്ടെ, മർക്കസിലെ വിദ്യാർത്ഥികൾക്ക് കൂടി പറയുകയാണ്. പരീക്ഷയുണ്ട്. പരീക്ഷയിൽ എസ്സേ ക്വസ്റ്റ്യൻസ് അത് ഭരതവാക്യത്തിൽ നിന്ന് തന്നെ ആയിരിക്കും എന്ന് ഉറപ്പാണ്. ആകെ തൽക്കാലം 20 മാർക്കിനാണ്. 5 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ 5 ക്വസ്റ്റ്യൻസ് 10, പിന്നെ 2 എസ്സേ ക്വസ്റ്റ്യൻ,
അതിലേതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അതിന് 10, അങ്ങനെ ആകെ 20 മാർക്ക്. ഇടയ്ക്കിടയ്ക്ക് പരീക്ഷ നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പം ഓൾ ദി ബെസ്റ്റ്. കാണാം.